തുടങ്ങിയേക്കാം അല്ലേ? സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ എല്ലാ തവണയും എന്താണ് പറയാൻ തുടങ്ങേണ്ടതെന്ന് തീരുമാനിക്കുമ്പോഴേക്കും ആ വിഷയം സ്വാമി തുടക്കത്തിൽ പറയും. അങ്ങനൊരു യാദൃച്ഛികത എല്ലാ തവണയും ഉണ്ട്. ഞാനിതെല്ലാ തവണയും പറയാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഒരു മോന് സ്വാമിജി ക്ലാസ് എടുക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ക്ലാസ് എടുത്ത് ആ ക്ലാസ്സിൻ്റെ അവസാനമായപ്പോൾ സംസാരിച്ച വിഷയം ഏതോ ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഏതായാലും ആ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനിരിക്കുന്ന ആളുകളെയാണ് കണ്ടത്. അപ്പം അങ്ങനെ ഒരു സമൂഹം മുഴുവനും മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം. ഇവിടെ സ്വാമി ഇപ്പോൾ നമ്മളോട് പ്രഭാഷണം നടത്തിയപ്പോഴും അതേ വിഷയം തന്നെ വന്നു. അതായത് നമ്മൾ സന്തോഷത്തോടു കൂടി വിതിൻ ടൈം പോകാൻ റെഡി. സന്തോഷം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എന്താ എത്ര വൈകിയെന്ന് അങ്ങോട്ട് ചോദിക്കണം എന്നുള്ള മട്ടിലാണ്. ഇതൊരു മാനസിക അവസ്ഥയാണ്, ആരോഗ്യകരമായ മനസ്സിൻ്റെ അവസ്ഥയാണത്. രോഗാകുലമായ മനസ്സിൻ്റെ അവസ്ഥയല്ല അത്, ആരോഗ്യകരമായ മനസ്സിൻ്റെ അവസ്ഥയാണ്. കാരണം മരണത്തെക്കുറിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു. മരിച്ചു കഴിഞ്ഞ ശേഷം ഇതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഉപനിഷത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വലിയ ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ കേട്ടിട്ടുള്ളത് മരണം എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരവസ്ഥയാണെന്നാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സാഹചര്യം ഏതെന്ന് വെച്ചാൽ അത് മരണം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ സയൻറ്റിഫിക്കായിട്ട് ഒരിക്കൽ ഇത് സംബന്ധിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്താനൊരു ശാസ്ത്രീയ വശം നടത്തിയതായിട്ട് ചില പത്രങ്ങളിൽ വാർത്ത വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എങ്ങാണ്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. അതിൽ ഈ മരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നവരെ കുറിച്ചാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത്. ഓൾറെഡി മരണത്തിന് കീഴ്പ്പെട്ടു എന്ന് വിചാരിച്ചു തിരിച്ചു വന്ന ഒരാൾ. അങ്ങനെ ഒരാളെ ഞാനും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. മരണ വാറണ്ട് തിരിച്ചയച്ചു എന്നും പറഞ്ഞ് ഞാൻ അതിന് തലക്കെട്ടിട്ട്, ഞാൻ പത്രപ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിരുന്നു. മരണ വാറണ്ട് തിരിച്ചയച്ചു. അതായത് കോഴഞ്ചേരി പാലത്തിൻ്റെ വശത്തായിട്ട് ഒരാൾ സ്കൂട്ടറിൽ വരുമ്പോൾ ഒരു ലോറിയുമായിട്ട് ഇടിച്ച് ആ സെക്കൻഡിൽ മരണപ്പെട്ടു. എന്നിട്ട് രക്തം കുളിച്ച് ആ ബോഡി അവിടെ റോഡിൽ കിടക്കുകയാണ്. ഇത് രാവിലെ ഒരു 6:30-7 മണിക്കുള്ള സംഭവമാണ്. അത് കഴിഞ്ഞ് പോലീസുകാർ വന്നു, ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. അത് കഴിഞ്ഞ് പായെടുത്ത് ബോഡി ചുരുട്ടിക്കെട്ടി സൈഡിലിട്ടു. ഇനി അത് എവിടേക്കെങ്കിലും മാറ്റണം, മോർച്ചറി ഉള്ളിടത്തേക്ക്. അപ്പോൾ അതിനു മുമ്പ് പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങ്. അപ്പോൾ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം. അങ്ങനെ അതോ പോസ്റ്റ്മോർട്ടത്തിന് ആലപ്പുഴ പോകണം. ആലപ്പുഴയോ കോട്ടയത്തോ ഉള്ളൂ ഈ പോസ്റ്റ്മോർട്ടം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആലപ്പുഴയോ കോട്ടയത്തോ പോകണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അപ്പം അതിനു വേണ്ടി തയ്യാറാക്കി വെച്ച് ആ കിടത്തിയിരിക്കുക, അടുത്തൊരു പായിൽ ചുരുട്ടി. അങ്ങനെ പോലീസുകാർ വന്ന് ഈ ബോഡി എടുക്കാൻ നേരത്ത് നോക്കിയപ്പോൾ ചൂട് പോയിട്ടില്ല. ഈ ബോഡിയുടെ ചൂട് പോയിട്ടില്ല. ആ ചൂട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇതിന് ഒന്ന് വിറങ്ങലിക്കുമല്ലോ. ഇത് വിറങ്ങലിച്ചിട്ടില്ല. അപ്പോൾ പോലീസുകാർക്ക് സംശയമായി. അങ്ങനെ ഈ ബോഡി നേരെ ഫെലോഷിപ്പ് ആശുപത്രി അറിയാമല്ലോ, കുമ്പനാട് അല്ലേ, കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലേക്ക് മാറ്റി ബോഡി. പക്ഷേ അവിടെ ചെന്നപ്പോഴും
ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞപ്പോഴും ബോഡിയിലെ ചൂട് പോയിട്ടില്ല. അങ്ങനെ ഈശോ സാർ എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മർത്തമ കോളേജിലെ ഫിസിക്സ് പ്രൊഫസറും കണ്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മർത്തമ കോളേജിലെ പ്രൊഫസറാണ്. അപ്പോൾ രാവിലെ ഈ ആക്സിഡൻറ്റ് നടന്ന് ഇങ്ങനെ സംഭവിച്ചതാണ്. ഫെലോഷിപ്പ് ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്നു, ബോഡിയിലെ ചൂട് പോയിട്ടില്ല അപ്പോഴും. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ലിസി ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, എറണാകുളത്തേക്ക്. അങ്ങനെ അങ്ങോട്ട് മാറ്റുന്നു. ഏതാണ്ട് 1 വർഷത്തെ ചികിത്സയായിരുന്നു. 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ആളിന് ജീവൻ തിരിച്ചു കിട്ടുക. പക്ഷെ സ്വന്തമായി പല്ല് തേക്കാനോ സ്വന്തമായി ഒന്നും ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ ഫെലോഷിപ്പ് ആശുപത്രിയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെയും കുടുംബ വീട്. അവിടെ വന്ന് അദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ താമസമാക്കി. വീണ്ടും ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ഒരുപാട് ചികിത്സകൾ നടത്തി അദ്ദേഹത്തിന് ഇരിക്കാം എന്നുള്ള വശമായി. എന്നാലും കൈ ഉപയോഗിച്ച് പല്ല് തേക്കാനോ ഈ കൈകളുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴുത്തിന് മുകളിലേക്ക് പെർഫെക്റ്റായി. അതായത് കേൾക്കാം, പറയാം, സംസാരിക്കാം. ശരീരം കഴുത്തിന് താഴോട്ട് നിശ്ചലമാണ്, അനങ്ങില്ല. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്നീട് മർത്തമ കോളേജിലെ ആ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു ചരിവ് ഒക്കെ, തിണ്ണയൊക്കെ ചരിച്ച് കെട്ടി കാറിങ്ങനെ അകത്തേക്ക്, ആ തിണ്ണയെ കൂടെ അകത്ത് കാർ ഏതാണ്ട് ക്ലാസ് റൂമിനകത്തേക്ക് വരെ കാറിൻ്റെ ഡോറ് ചെല്ലത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യിച്ച് അങ്ങനെ ക്ലാസ് റൂമിലേക്ക് വീൽ ചെയറിൽ ഇരുത്തി തിരിച്ച് അവിടുന്ന് തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നോക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലായാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യം ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും പോകാനും ഓടാനും ഒക്കെ ഫാദർ ഇൻ ലായും. ഇദ്ദേഹം വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക മാത്രമേ ഉള്ളൂ, ക്ലാസ് എടുക്കും. ഇതാണ് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ്. ഇത് പിന്നീട് റിപ്പോർട്ട് ചെയ്തത് ഒരുപാട്, ഇതിൻ്റെ ട്രാൻസ്ലേഷൻസൊക്കെ ഒരുപാടുണ്ടായി, ഒരുപാട് സ്റ്റഡി മെറ്റീരിയലായിട്ട് ഇത് മാറുകയൊക്കെ ചെയ്തു. മലയാള മനോരമ പിന്നീട് ഇത് സംബന്ധിച്ചൊരു സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കൂടെ കമ്പയർ ചെയ്ത സമയത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ തരത്തിൽ മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഈശോ സാറുമായിട്ട് ഞാൻ സംസാരിക്കുക, ഇത്രയും ഹാപ്പിയസ്റ്റ് മൂഡ് വേറെ ഇല്ലെന്നാണ് പറയുന്നത്. അത്ര സന്തോഷകരമായൊരു ചുറ്റുപാട്, അത്ര ആനന്ദകരമായൊരു അവസ്ഥ. പക്ഷെ നമുക്കിത് അനുഭവിക്കാൻ നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഭയത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തെ നോക്കുന്നത്. എങ്ങനെ ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഉപനിഷത്തുകളായാലും പുരാണങ്ങളായാലും എല്ലാം തന്നെ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സാഹചര്യം, മരണം എത്രയും മനോഹരമാണ്. പക്ഷേ മരണത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന വഴി അത്ര മനോഹരമല്ല. അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾക്ക് മനോഹരമായൊരു വഴിയിലൂടെ മരണത്തിലെത്തണമോ, ഏറ്റവും കഠിനമായ വഴിയിലൂടെ മരണത്തിലെത്തണമോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് വിട്ടു തന്നിരിക്കും. ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് മരണത്തെ ആധ്യാത്മികമായി നമ്മൾ പറയേണ്ട വാക്ക് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മരണം എന്നുള്ള വാക്കല്ല, പ്രാണപ്രയാണ ഉത്സവം എന്നാണ് പറയുക. അങ്ങനെ വേണം മരണത്തെ പറയാൻ. മരിച്ചു എന്നോ ദിവംഗതനായി എന്നോ നിര്യാതനായി എന്നൊന്നും പറയില്ല. അതൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ്. പ്രാണപ്രയാണ മഹോത്സവം എന്നാണ് അതിന് പറയുക. ഈ അടുത്ത ദിവസം ആ വാക്ക് എനിക്ക് രണ്ടാമത് ഉപയോഗിക്കേണ്ടി വന്നു. അത് നമ്മുടെ വീരസ്പൃഹാനന്ദ സ്വാമി സമാധിയായ ഈ കഴിഞ്ഞ ദിവസം. അറിയാമല്ലോ, വീരസ്പൃഹാനന്ദ സ്വാമിയെ പരിചയമുണ്ടോ എന്നറിയില്ല. തിരുവല്ല ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് തിരുവല്ല ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വിശ്രമ ജീവിതമായിരുന്നു. മഹാപണ്ഡിതനാണ്, സംസ്കൃതത്തിൽ വളരെ ജ്ഞാനമുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏകദേശം 4ഓളം അംഗങ്ങൾ ഒരേ സമയം സന്യാസിമാരാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ഇവിടെ സുധൻ മഹാരാജ് ഇവിടെ ഉണ്ടായിരുന്നു, തുടക്കത്തിൽ സ്വാമിയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നെട്ടയം ആശ്രമത്തിൽ ദീർഘകാലം അധ്യക്ഷനായിരുന്നു.
കാലടി ആശ്രമത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ആപ്തലോകാൻ സ്വാമി സന്യാസം സ്വീകരിക്കാൻ തീരുമാനമെടുക്കാനുള്ള ഉറപ്പ് ആപ്തലോകാൻ സ്വാമി എടുക്കാൻ കാരണം വീരസ്പൃഹാൻ സ്വാമിയാണ്. കാരണം അത് ആപ്തലോകാൻ സ്വാമി തന്നെ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷമുണ്ടായ ആ സമാരാധനാ ദിവസം സന്യാസിമാർ സംസാരിച്ചപ്പോൾ ആപ്തലോകാൻ സ്വാമി അത് സംസാരിച്ചതാണ്. കാരണം ആപ്തലോകാൻ സ്വാമി സന്യാസം സ്വീകരിക്കാം എന്നുള്ള താല്പര്യത്തിൽ പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ ഹൈദരാബാദിൽ എവിടെയോ പോകാനുള്ള തീരുമാനം, എന്തായാലും നാട് വിടാനുള്ള തീരുമാനം. അങ്ങനെ കാലടിയിൽ ചെല്ലുമ്പോൾ അന്ന് ഗണാനന്ദ സ്വാമിയാണ് കാലടി ആശ്രമത്തിൻ്റെ അധിപൻ. അദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്താണ് ആപ്തലോകാൻ സ്വാമി അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പക്കാരനായ പയ്യനായ ആളെ അവിടെ സ്വീകരിക്കാനൊന്നും ആരും കാണില്ല. അവിടെ ചെന്നപ്പോൾ അവരാരും മൈൻഡ് ചെയ്തില്ല, അവിടെയുള്ള ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ആപ്തലോകാൻ സ്വാമി വിചാരിച്ചു എന്നാൽ തിരിച്ച് ഹൈദരാബാദിന് പോയേക്കാം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീരസ്പൃഹാൻ സ്വാമി അവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാമി വിളിച്ചു. സ്വാമി കണ്ടാൽ തന്നെ അതിഗംഭീരനാണ്, ഒരു 6 അടി പൊക്കം, അതിനൊത്ത തടി, ബുള്ളറ്റിൽ ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഫുൾ കേരളം മുഴുവൻ പോകുന്നിടത്തൊക്കെ ബുള്ളറ്റിൽ സഞ്ചരിക്കുകയും, കണ്ടാൽ നല്ലൊരു വേട്ടക്കാരൻ്റെ ഒരു നല്ല ഇതൊക്കെ ധരിച്ച് നല്ല ഗംഭീരം ജംഗിൾ ബൂട്ടൊക്കെ ഇട്ട് അങ്ങനെ സഞ്ചരിക്കണ കണ്ടാൽ തന്നെ ഒരു അലങ്കാരമാണ്. സ്വാമി പോണത് കണ്ടാൽ തന്നെ ഒരു ടെററാണ് അങ്ങനെയുള്ള. അപ്പോൾ ആ വീരസ്പൃഹാൻ സ്വാമിയാണ് ആപ്തലോകാൻ സ്വാമിയോട് പറഞ്ഞത്. സ്വാമിയുടെ കഥ ഞാൻ കടമെടുത്ത് പറയുകയാണ്. അങ്ങനെ കാലടിയിൽ ആപ്തലോകാൻ സ്വാമി താമസിക്കുന്നത് കുറച്ച് ഒരു എസ്റ്റേറ്റിലാണ് അപ്പുറത്ത്. ആ എസ്റ്റേറ്റിലേക്ക് അപ്പോൾ പറഞ്ഞു, എന്നാൽ ഗണാനന്ദ സ്വാമി വരണവരെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചോ, എന്നിട്ട് ഗണാനന്ദ സ്വാമി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ആപ്തലോകാൻ സ്വാമിയെ അന്ന് വീരസ്പൃഹാൻ സ്വാമി കൂടെ നിർത്തി. പിന്നീട് ഗണാനന്ദ സ്വാമി വന്നപ്പോൾ കണ്ടു. അങ്ങനെ ഒരുപക്ഷെ അന്ന് അങ്ങനെ നിർത്തിയില്ലായിരുന്നെങ്കിൽ സ്വാമി വേറെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമായിരുന്നു എന്ന് അന്ന് സ്വാമി പറഞ്ഞു. അപ്പോൾ ആ വീരസ്പൃഹാൻ സ്വാമിയുടെ സമാധി കഴിഞ്ഞപ്പോൾ അന്ന് ഇതേപോലെ ചടങ്ങ് നടന്നപ്പോൾ ഞാൻ വീഡിയോ ഇതേപോലെ പകർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ സമാരാധന ഒക്കെ പറഞ്ഞാൽ അതൊരു നോർമൽ ഇതായി. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ എന്തായിരിക്കണം എന്നെനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ഭാര്യയായിട്ട് ഇതിൻ്റെ ഷെയർ ചെയ്തു. ഒരു ടൈറ്റിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഭാര്യ ഇങ്ങനെ ഇക്കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഭാര്യ എന്നോട് പറഞ്ഞു, സുധൻ മഹാരാജ് ഒരിക്കൽ ഒരു വാക്ക് പറഞ്ഞു, അതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കിഷ്ടപ്പെട്ട വാക്കാണ് പ്രാണപ്രയാണോത്സവം. ഇത്രയും മനോഹരമായൊരു വാക്ക് മരണത്തിന് ആരാണ് കൊടുക്കുക? മരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കാണ് പ്രാണപ്രയാണോത്സവം. അപ്പം ഞാൻ അന്ന് ഭാര്യയായിട്ടിരുന്ന് സംസാരിച്ച് പറഞ്ഞു, നമ്മുടെ മരണവും നമുക്ക് പ്രാണപ്രയാണോത്സവമാക്കാം. അപ്പം മക്കളോടൊക്കെ പറയണം, വെറുതെ വെട്ടി ഇല മുറ്റത്തിട്ട് വലിച്ചു വാരരുത്, തുണിയും വലിച്ച് കെട്ടി കോടാലിയാക്കരുത്, പിന്നെ ഇല്ലാത്ത പച്ചരിയെല്ലാം കൂടെ വാക്കരി എന്ന് പറഞ്ഞാൽ അടിച്ച് കയറ്റുക, കുറെ കിണ്ടി വെള്ളം, ഇരിക്കാനും നിവർത്തിയില്ല, കുത്തിയിരിക്കാൻ മക്കളാണല്ലോ ചെയ്യേണ്ടത്, അവന്മാർക്ക് ഇരിക്കാൻ പറ്റൂല. പിന്നെ അവന്മാർ അവിടെ കിടന്ന് സർക്കസ് കാണിക്കണം, ഒരു തോർത്തൊക്കെ കൊടുത്ത് അതിന് ചുറ്റും നടക്കണം, ആകെ അലങ്കോലമാണ്. ഇതൊന്നും വേണ്ട. പ്രാണപ്രയാണോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും ആനന്ദിക്കണ്ടേ. ഇവിടെ വീരസ്പൃഹാൻ സ്വാമി സമാധിയായി, അവിടെ മനോഹരമായ സമാധിയാണ് അതല്ലേ, അല്ലേ, ഏറ്റവും മനോഹരം. കാരണം ഒരു കുഴപ്പമില്ലാതെ, അതാണ് മരണത്തിലേക്കുള്ള യാത്ര കൂടെ മനോഹരമാകുമ്പോഴാണ് മരണം ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത്. വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സുധൻ മഹാരാജിനോട് പറയുകയാണ്, നമുക്ക് ആരതിക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് നെട്ടയത്ത്. അപ്പം മുറിയിൽ നിന്ന് നേരെ ആരതി നടക്കുന്ന നെട്ടയ ആശ്രമത്തിൻ്റെ ഷ്രൈനിലേക്ക് നടക്കുകയാണ് രണ്ടുപേരും കൂടെ. കൈ പിടിച്ചിട്ടുണ്ട് സുധൻ മഹാരാജ്, വീരസ്പൃഹാൻ സ്വാമിയെ കൈ പിടിച്ചിട്ടുണ്ട്. അവിടെ താഴെ കൂടെ പോകുമ്പോൾ കുറേ പടികളുണ്ട്. ഈ പടികൾ മുഴുവൻ കയറി. പക്ഷേ ഷ്രൈനിൻ്റെ മുമ്പിലുള്ള 3 പടി കയറാൻ വീരസ്പൃഹാൻ സ്വാമിക്ക് പറ്റിയില്ല. അവിടെ എത്തിയപ്പോഴേക്കും ക്ഷീണം വന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നാൽ ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് ആ പടിക്കെട്ടിൽ അവിടെ ഇരുന്നു. അപ്പോൾ ആ 3 പടി കയറിയാൽ പിന്നെ ഹോളാണ്. എന്നിട്ട് സുധൻ മഹാരാജിനോട് പറഞ്ഞു, നീ പോയി ആരതി കണ്ടിട്ട് വന്നു. സ്വാമി ഇവിടെ ഇരുന്നു. പിന്നെ സ്വാമി തന്നെ അവിടെ ഒന്ന് കിടന്നു. കിടക്കുമ്പോൾ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ ഭഗവാന്റെ മുമ്പിൽ നടക്കുന്ന ആരതി കേട്ടുകൊണ്ടാണ് ആ ജീവൻ വെടിഞ്ഞത്. അത് ശരിക്കും പ്രാണപ്രയാണ ഉത്സവം തന്നെയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും കൂടെ വന്നു. എല്ലാവരും അപ്പോഴേക്കും അപ്പം സ്ത്രീകളായി വന്നവരൊക്കെ കരയാൻ തുടങ്ങിയപ്പോൾ സുധൻ മഹാരാജും അവിടെ വന്നവർ കരയാൻ താല്പര്യമുള്ളവരൊക്കെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ കരയാനുള്ള സ്ഥലമൊന്നുമില്ല. ഇത് പ്രാണപ്രയാണ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ഈ വിടവാങ്ങൽ പ്രാണപ്രയാണോത്സവം. കാര്യം നമ്മുടെ പ്രാണന്റെ പ്രയാണത്തിനുള്ള ഉത്സവമാണത്. അത് മറ്റൊരു വലിയ മനോഹരമായ മേഖലയിലേക്ക് ആ പ്രാണൻ പോകാൻ പോവുകയാണ്. ഒന്നുകിൽ ഈശ്വരൻ്റെ സ്വധാമത്തിലേക്ക്, അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട മറ്റേതെങ്കിലും ഒരു ജന്മത്തിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ. അപ്പം ഇതൊരു പ്രാണപ്രയാണമാണ് നടക്കുന്നത്. ഈ പ്രാണപ്രയാണത്തിൽ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യും. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മരണം എന്ന് പറഞ്ഞ ആ ശരീരം കിടക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അവസാനം വരെ നിൽക്കുന്ന 2 ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചെവി, ഒന്ന് കണ്ണ്. ചെവിയാണ് ലാസ്റ്റ്, കണ്ണാണ് ബട്ട് 1. ബാക്കി 4-മത്തതാണ് കണ്ണ്, 5-മത്തത് ചെവിയാണ്. അപ്പം ഈ കണ്ണും ചെവിയും നമ്മൾ ഈ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ശരീരത്തിലെ കണ്ണും ചെവിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 3 ദിവസം വരെയാണ് ചെവി വർക്ക് ചെയ്യുന്നത്. അതിനുമുമ്പ് നമ്മൾ കൊണ്ട് കത്തിക്കും, അത് വേറെ വിഷയം. വെച്ചാൽ മോർച്ചറിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താ? അത് തീർന്നല്ലോ, ഐസ് കെട്ട പോലെ ആയല്ലോ, ഇനിയിപ്പോൾ അതിന് കേൾക്കും. നമ്മളവിടെ നിന്ന് സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട്. അതിനാണ് വിളക്ക് വച്ചിരിക്കുന്നത്. കണ്ണ് കാണുന്നുണ്ട്, കാഴ്ച ഉണ്ട്. അവിടെ പ്രകാശം കണ്ടു പോണം എന്നുള്ളതാണ് പ്രാണൻ. നാമജപം നടത്തണം എന്ന് പറയുന്നത് 3 ദിവസം വരെ ഈ കേൾവി നഷ്ടപ്പെടുന്നില്ല. അവസാനത്തെ ഇന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതും ജീവിതകാലത്ത് മുഴുവൻ ദ്രോഹം ചെയ്തവൻ അവിടെ വന്ന് ഓരോ സർക്കസ് കാണിക്കുന്നതെല്ലാം കേട്ടോണ്ടാണ് പോകുന്നത്. ഈ പ്രാണൻ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നീ വന്നില്ല, നീ അയ്യോ അവൻ്റെ ഒരു കരച്ചില്, പ്രാണനിത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് പ്രാണപ്രയാണ ഉത്സവം എന്ന് പറയും. അപ്പം ഈ പ്രാണപ്രയാണ ഉത്സവത്തിലേക്ക് ഒരു ഉത്സവമായി നടന്നെടുക്കണമെങ്കിൽ നമ്മൾ കുറേ തയ്യാറെടുക്കേണ്ടത്. ചുമ്മാ ഉത്സവം കൂടാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആരുടെയെങ്കിലും ഷഷ്ടിപൂർത്തിയോ നവതിയോ ഒക്കെ നടത്തണമെങ്കിൽ വെറുതെ രാവിലെ എണീറ്റ് നവതി നടത്താൻ പറ്റില്ല. അതിനൊരു ഒരുക്കം തന്നെ വേണ്ടേ? ഇതേ ഒരുക്കം നമ്മുടെ പ്രാണപ്രയാണോത്സവത്തിനും വേണം. ഇതിലേക്കാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ഏതാണ്ട് 5-6 മാസമായി നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. അത് ഇതിലേക്ക് വരാൻ വേണ്ടിയാണ്. ഓർമ്മയുണ്ടോ ആദ്യം നമ്മൾ എന്തിലാണ് ചെന്നതെന്ന്? ആർക്കെങ്കിലും നമ്മൾ എവിടെയാണ് തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ വെറുതെ ചോദിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് നാമബീജം എന്ന് പറഞ്ഞ ഒന്നിലാണ്. ഞാനത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒന്നുകൂടെ. നമ്മൾ ആദ്യം പറഞ്ഞത് നാമബീജം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മുടെ ഉള്ളിലേക്കൊരു നാമം നട്ടു വളർത്തുന്നു. പിന്നെ വരുന്നത് ആ നാമത്തിനൊരു രൂപമുണ്ടാകുന്നു. നാരായണ എന്നാണ് നമ്മുടെ ഉള്ളിൽ നട്ട നാമമെങ്കിൽ നാരായണൻ്റെ രൂപത്തിലേക്ക് ചെല്ലുന്നു. അമ്മേ എന്നുള്ള ഇതാണെങ്കിൽ ദേവിയുടെ രൂപത്തിലേക്ക് ചെല്ലുന്നു. ശ്രീരാമകൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ. ഭഗവാൻ സത്യസായിബാബയുടെ പേരാണെങ്കിൽ സായിബാബയുടെ പേരിലേക്ക്. ഷിർദി സായിബാബ എന്ന് പറയുകയാണെങ്കിൽ ഷിർദി സായിബാബ. രമണ മഹർഷി എന്നാണെങ്കിൽ രമണ മഹർഷി. അമൃതാനന്ദമയി എന്നാണെങ്കിൽ അതിലേക്ക്. ഏത് പേര്, ഏത് നാമമാണോ നമ്മുടെ അന്തരാളത്തിലേക്ക് ആദ്യമായി നമ്മൾ നട്ടത്, അതിൻ്റെ രൂപഘടനയിലേക്ക് നമ്മൾ പോകും. ആ രൂപഘടനയാണ് പിന്നീട് നമ്മെ നയിക്കുന്നത്. ആ രൂപഘടനയിൽ എത്തിക്കഴിയുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രാണപ്രയാണ ഉത്സവമാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. അതിലെത്തുന്നതിന് വേണ്ട വഴിയാണിത്. അപ്പോൾ ഒരു നാമം നട്ടു വളർത്താതെ, ഒരു രൂപഘടനയിലേക്ക് എത്താതെ നമുക്ക് ഈ പ്രാണപ്രയാണോത്സവത്തിൽ ചെല്ലാൻ പറ്റില്ല. അതാണ് വഴികളുടെ സുഖം. ഈ വഴി ഒരുക്കുന്നത് ഇതൊക്കെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അടുത്ത് നമ്മൾ പറഞ്ഞത് ഈശ്വര സാക്ഷാത്കാരത്തെക്കുറിച്ചാണ്. അപ്പം നാമബീജം ഉള്ളിലുണ്ടായി, അത് വളർന്നു, നാമം വളർന്നു, രൂപമുണ്ടായി. അടുത്തത് ആ രൂപത്തിലേക്കുള്ള സാക്ഷാത്കാരം. ആ രൂപത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ആ രൂപം നമ്മളായി മാറുകയാണ്.
ആ രൂപവും നമ്മളും രണ്ടല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭാഗം തന്നെയാണ് നമ്മൾ രൂപമായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ രൂപത്തോട് ഇഷ്ടം വരുന്നത്. നമ്മുടെ ഉള്ളിൽ വളർന്ന നാമത്തോടൊപ്പം, നമ്മുടെ ഉള്ളിൽ വളർന്ന രൂപത്തോടൊപ്പമാണ് നമ്മൾ ഏതൊരു രൂപത്തെയാണ് കാണുന്നത് അതിനോട് നമുക്ക് അടുപ്പം തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ അറിയാതെ വിളിച്ചു പോകുന്ന എൻ്റെ പത്മനാഭ എന്നായിരിക്കും. പക്ഷെ കോട്ടയംകാരും എൻ്റെ പത്മനാഭ എന്ന് വിളിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ തിരുനക്കര അപ്പാന്നോ ഏറ്റുമാനൂരപ്പാന്നായിരിക്കും വിളിക്കുക. ഇവിടെ പത്തനംതിട്ടയിലുള്ളവർ അയ്യപ്പ എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. കാര്യം ഉള്ളിൽ കയറിയിരിക്കുന്ന ആ പ്രധാന രൂപഘടന അയ്യപ്പനായതുകൊണ്ട്. ഇപ്പം ഞങ്ങൾ തിരുവല്ലക്കാരാണെങ്കിൽ ശ്രീവല്ലഭ എന്നറിയാതെ വിളിക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ ഇതിലേക്ക് വരും. അപ്പോൾ ഇത് ആ തരത്തിൽ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള നാമമാണ് ആ രൂപഘടന പ്രാപിച്ച് നമ്മെ ആ രൂപത്തിലേക്ക് നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെയൊക്കെ അവസാന പോയിന്റ് അവിടെ തന്നെയാണ്. അല്ലാതെ ആരും വേറെ വഴിക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ പൊക്കോ, ഞാനെന്നാൽ ഈ വഴി വേറെ വരാം എന്ന് ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ സോഷ്യലിസം ഗംഭീര. ഏത് പാവപ്പെട്ടവനായാലും ശരി, ഏത് സമ്പന്നനായാലും ശരി, ഏത് പണ്ഡിതനായാലും ശരി, ഏത് പാമരനായാലും ശരി, ആണായാലും ശരി, പെണ്ണായാലും ശരി, ട്രാൻസ്ജെൻഡർ ആയാലും ശരി, ആരായാലും മരണം ഒരുപോലാണ്. അതിനകത്ത് വ്യത്യാസമൊന്നും. എല്ലാവർക്കും ഒരേ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. മരണദേവൻ എല്ലാവർക്കും ഒരേ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ആനന്ദകരമായൊരു ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. 5 സ്റ്റാർ ഫെസിലിറ്റി തന്നെയാണ് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തുന്ന വഴി കുറച്ച് കടുപ്പമാണെന്ന് മാത്രം. അതിനുള്ള ശ്രമമാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആ രൂപഘടനയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ വളരെ ചെറുപ്പത്തിലേ അതിലേക്ക് നടന്നെടുക്കാനുള്ള പരിശീലനമായി മാറുമ്പോഴാണ് അതൊരു സന്തോഷകരമാണ്. അല്ലെങ്കിൽ അതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ആവശ്യമില്ലാതെ ഭയപ്പെടും. ഇപ്പം ഞങ്ങൾ പ്രഭാകരൻ ചേട്ടനും ഞാനും കൂടെ ഇരുന്ന് സംസാരിച്ച വിഷയം അതായിരുന്നു. പ്രഭാകരൻ ചേട്ടന് ഒരു സ്ട്രോക്ക്, ഒരു ഹെമറേജ് വന്നു, ബ്രെയിനിൻ്റെ ഒരു ചെറിയൊരു തകരാറ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ പ്രഭാകരൻ ചേട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കാരണം സത്യസായി ബാബയുടെ രഥം ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലൂടെ വന്നപ്പോൾ പ്രഭാകരൻ ചേട്ടൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ പ്രഭാകരൻ ചേട്ടൻ എന്നോട് പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ആശുപത്രിയിലായിരുന്നു ഞാനെന്ന്. അപ്പോൾ പ്രഭാകരൻ ചേട്ടനും പറഞ്ഞു, എനിക്ക് ആശുപത്രി കിടന്നാൽ പറ്റില്ല, രഥം വരുന്നു, എനിക്ക് രഥത്തോടൊപ്പം പോകണം. നോക്കണം, ഇത് നിസ്സാര കാര്യമല്ല. ഒരു വശം തന്നെ തളർന്ന് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കിടക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരവസ്ഥ. അങ്ങനെയൊക്കെ ഇതിന് പല പല വഴികളുണ്ട്. പക്ഷേ എനിക്ക് ഈ രഥം വരുമ്പോൾ എനിക്ക് രഥത്തോടൊപ്പം പോകണം, എൻ്റെ ഈശ്വരനോടൊപ്പം. ഭഗവാന്റെ ആ നാമബീജം നട്ട് വളർത്തിയ ആ രൂപഘടനയോടൊപ്പം അത് സജീവമായി എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കതിൻ്റെ കൂടെ പോകണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ. ആ ഡിറ്റർമിനേഷൻ കൊണ്ട് ഞാൻ കാണുന്നത് പ്രഭാകരൻ ചേട്ടൻ ആ രഥത്തോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. അത് സഞ്ചരിക്കാൻ വേണ്ടി പ്രഭാകരൻ ചേട്ടനെ കൊണ്ടുപോകാൻ കാറും സൗകര്യങ്ങളുമായി ആളുകളെത്തുന്നു ഇല്ലേ? അവരാരും മുൻകൂട്ടി അറിയിച്ചിട്ടോ അല്ലെങ്കിൽ പ്രഭാകരൻ ചേട്ടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടോ പ്രഭാകരൻ ചേട്ടൻ അവരെ വിളിച്ചിട്ടോ അല്ല, സ്വാഭാവികമായി സംഭവിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഡിറ്റർമിനേഷൻ. നമുക്ക് അത് വേണം എന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ ആശുപത്രിയിലെ കിടക്ക പോലും വിട്ടെഴുന്നേറ്റ് നമ്മൾ സന്തോഷകരമായിട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പ്രഭാകരൻ ചേട്ടൻ ഇവിടെ ആരോഗ്യകരമായി ഇരിക്കുകയല്ലേ. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ പ്രഭാകരൻ ചേട്ടനോട് ഞാനൊരു കഥ തിരിച്ചു പറഞ്ഞു. പിന്നെ ഇത്തരം കഥ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് കഥകൾ വരും. അപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് എനിക്കൊരു 9 വർഷം മുമ്പ് ഹാർട്ട് സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ അതനുസരിച്ച് 4 ബ്ലോക്കൊക്കെ ഉണ്ടായി. അതിന് വേണ്ട ഇതൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ ദീർഘകാലം കുറച്ച് ചികിത്സയൊക്കെ ആയി. ഇപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് ഞാൻ അവിടെ അഡ്മിറ്റായത്. കാരണം അതാണ് ഓരോ സന്ദർഭത്തിൽ ഈശ്വരൻ നമ്മളെ പതുക്കെ പതുക്കെ അതിനോട് അടുപ്പിക്കുന്ന പോലെ. വൈകിട്ടൊരു ഞാൻ വർക്ക് ചെയ്യുന്ന പത്രം അതിനടുത്തായതുകൊണ്ട് ചായ കുടിക്കാൻ വരുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലാണ്. അപ്പോൾ വൈകിട്ട് ക്യാൻറ്റീനിൽ വന്ന് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് മറിഞ്ഞു പോയത്. മറിഞ്ഞു വീണ് എൻ്റെ കൂടെ ഇരുന്ന ആൾ പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര അടുത്താണ് കാഷ്വാലിറ്റി.
അയാൾ എന്നെ പൊക്കിയെടുത്ത് നേരെ ആരെ വിളിച്ച് രണ്ടുപേരും കൂടെ പൊക്കി കാഷ്വാലിറ്റിയിലിട്ടു. നേരെ അവിടെ നിന്ന് ഡോക്ടർ വന്നു, നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു 4 ബ്ലോക്ക് ഉടനെ വന്നിരിക്കുകയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത്, എന്നിട്ടാണ് വീട്ടുകാരൊക്കെ അറിഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് പിന്നീട് ഞാൻ ഈ ഇയർലി ചെക്കപ്പ് തുടരുന്നത്, മാറ്റിയില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ പത്തനംതിട്ടയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും നോക്കിയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞില്ല, വർഷത്തിലൊരിക്കൽ ഒന്ന് ഓർമ്മ പുതുക്കാൻ ഇവിടെ വരെ വരാമല്ലോ, ഡോക്ടറെയും കാണാം. നല്ല മനോഹരമായൊരു നല്ലൊരു ഭക്തനായ ഡോക്ടർ. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ 8 വർഷമായി ഞാൻ ഈ ഡോക്ടറെ എല്ലാ വർഷവും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് 10-30 പേർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ. അത് കഴിയുമ്പോൾ അന്നത്തെ ഇത് തീരും. ഇത്തവണ ഈ രഥം വന്നതും ഈ പരിപാടികളുടെ ഇടയിൽ ബുക്ക് ചെയ്യാൻ വിട്ടു. പിന്നീട് ഞാനിത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓൾറെഡി അവിടെ ഫില്ലായതുകൊണ്ട് ആ ഫോൺ പിന്നെ ആ ബുക്കിംഗ് നമ്പർ പിന്നെ അറ്റൻഡ് ചെയ്യില്ല, അത് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ വൈഫ് എന്നോട് ചോദിച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഏതായാലും പോയേക്കാം, പോയി ഒന്ന് ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ടേക്കാം, എന്നിട്ട് സാഹചര്യം അനുസരിച്ച് പെരുമാറാം എന്നും പറഞ്ഞ് ഇവിടുന്ന് രാവിലെ അങ്കമാലിക്ക് പോയി. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 25-നും 30-നും ഇടയ്ക്കാണ്. ഇത്തവണ ആദ്യമായി കിട്ടിയ ടോക്കൺ 5-ാം നമ്പറാണ്. ബുക്ക് ചെയ്യാതെ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 5-ാം നമ്പറാണ്. ഞാൻ അവിടെ ചെന്ന് ഡോക്ടറുടെ ഡയഗ്നോസ് ചെയ്യുന്ന ആ മുറിയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് മുമ്പ് വരേണ്ട 4 പേര് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 1-ാം നമ്പറായി. ഞാൻ ഏതാണ്ട് 9:30 മണിക്ക് മുമ്പേ എൻ്റെ എല്ലാ ഞാൻ ഇന്നേ വരെ വൈകിട്ടല്ലാതെ തിരിച്ചു വന്നിട്ടില്ല. ഇത്തവണ ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിൽ വന്നാണ് ഊണ് കഴിച്ചത്. അപ്പോൾ ഞാനീ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ സുപ്രീം പവറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഈ സുപ്രീം പവറിനോട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വേറൊന്നുമില്ലാതെ നമ്മൾ ഇത് മാത്രം ആശ്രയിക്കുന്ന ഒരു ഘടനയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ എല്ലാം അവിടുന്ന് നടക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 37-ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നത്, അർജുന, നിന്റെ പ്രകൃതം ഇതാണ്. ഏതാണ്? യുദ്ധം ചെയ്യുക എന്നുള്ളത് നിന്റെ പ്രകൃതമാണ്. നീ ക്ഷത്രിയനാണ്, നിന്റെ പ്രകൃതമാണ്. നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ല, നിനക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യും, നിനക്കതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ നിന്നെ ബാധിച്ച ഈ പ്രശ്നം എന്താണെന്നറിയാമോ? കാരണം നിന്റെ പ്രകൃതം യുദ്ധം ചെയ്യലാണ്, നീ ക്ഷത്രിയനാണ്, നീ യോദ്ധാവാണ്. നിനക്കതിൽ ഒരു ഭയവും വിചാരിക്കേണ്ട ആളല്ല, നീ അത്ര ശക്തനാണ്, നിന്റെ പ്രകൃതം അതാണ്. പക്ഷെ നീ എന്തുകൊണ്ടാണ് തേർത്തട്ടിൽ തളർന്നിരുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 18-ാം അധ്യായമായപ്പോഴാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാൽ, നീ വിചാരിച്ചത് നീയാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ്. അതാ നീ പേടിച്ചു പോയത്. നീ അല്ല നിന്റെ പ്രകൃതം അതാണ്, പക്ഷെ നീ അല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ പ്രകൃതമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് പ്രവർത്തിക്കുന്നത് അവിടുന്നാണ്, അല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മളൊരു ഗായകനാകുന്നത്, നമ്മളൊരു എഴുത്തുകാരനാകുന്നത്, നമ്മൾ നല്ലൊരു പാചകക്കാരനോ പാചകക്കാരിയോ ആകുന്നത്, നമ്മൾ നല്ലൊരു അമ്മയാകുന്നത്, ഒരു അച്ഛനാകുന്നത്, നമ്മളൊരു അധ്യാപകനാകുന്നത്, ഒരു ഡോക്ടറാകുന്നത്, എഞ്ചിനീയർ ആരോ ആവട്ടെ, ഏത് പ്രൊഫഷനിലോ ആവട്ടെ, നമ്മളൊരു ഡിഫൻസിൽ ജോലിയുള്ള ആളാകുന്നതുണ്ട്. നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ പ്രകൃതം അതാണ്. പക്ഷെ നമ്മളല്ല ചെയ്യുന്നത്. നമ്മളല്ല ചെയ്യുന്നത്, ഇത് ചെയ്യുന്ന ആൾ വേറെയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിയില്ല. അതുപോലാണ് ഈ പറഞ്ഞ കാര്യം. നമ്മൾ മരണത്തിലേക്ക് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസാന ഡെസ്റ്റിനേഷൻ പോയിന്റ്. പക്ഷെ അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ആ റോള് ഭഗവാന്റേത് മാത്രമാണ്. അപ്പം അതിലേക്കുള്ള വഴി എത്ര സുഗമമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതാണ് ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ആ നാമബീജം നട്ട് നമ്മൾ ആ വഴി ഒരുക്കുകയാണ്. ആ നാമബീജം നട്ട് ആ രൂപധ്യാനം നടത്തി അതിലേക്ക് സാക്ഷാത്കരിക്കാനുള്ള ഓരോ മാർഗങ്ങൾ, ആ മാർഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് നമുക്ക് ആസക്തിയുണ്ട്. നമ്മുടെ ആസക്തി നമുക്ക് കളയാൻ പറ്റില്ല. ആസക്തിയെ നമ്മൾ കാമിക്കൽ, ആ കാമിനി കാഞ്ചൻ എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതിൻ്റെ ആ കാമം എന്നുള്ള വാക്ക്, കാമിനി എന്നല്ല ആ വാക്ക്, കാമം. അപ്പോൾ ആ കാമം നമുക്ക് ഏറ്റവും എല്ലാത്തിനോടുമുള്ളൊരു ആസക്തി, അത് ഭക്ഷണത്തോടാകാം, പണത്തോടാകാം, കുട്ടികളോടാകാം, കുടുംബത്തോടാകാം, നമ്മുടെ ധനത്തോടാകാം, ജോലിയോടാകാം, എന്തിനോടുമാകാം, അതിര് കഴിഞ്ഞ കാമാസക്തി. ആ കാമം, അങ്ങനെയുള്ളൊരു ആസക്തിയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും മനോഹരമായ ആ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ അവസാന നിമിഷത്തിലേക്ക് പോകുമ്പോൾ മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ഈ ആസക്തിയെ ഈശ്വരനെ കാണാനുള്ള ആസക്തിയാക്കി മാറ്റുക. അതാണ് ആസക്തിയുടെ കാര്യം നമ്മൾ അന്ന് പറഞ്ഞത്. രണ്ടാമത് അത് കഴിഞ്ഞ് പറഞ്ഞതാണ് നമ്മളെല്ലാവരും അന്നഗതപ്രാണരാണ്. അന്നഗതപ്രാണരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആഹാരം മുഖ്യമാണ്. സ്വാമി ഇപ്പോൾ കൃത്യമായി 11 മണിക്ക് ചായയും ബിസ്ക്കറ്റും തരണം, 1 മണിയാകുമ്പോൾ ഞങ്ങൾ സ്വാമിയെ നോക്കും. അപ്പോൾ സംഗതി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നക്കാരാവും. കാര്യം നമ്മൾ അന്നഗതപ്രാണരാണ്, ഇല്ലേ? അന്നഗതപ്രാണരാണ്. സ്വാമി അത് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ആലോചിക്കും, സ്വാമി നമുക്കൊന്നും തരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാവും. പിന്നെ ആ തന്നതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യും. ഏതിനാണ് രുചി കൂടുതൽ, എന്തെങ്കിലും രുചി കുറവുണ്ടോ, അങ്ങനെ നമ്മൾ പറയും, സ്വാമി ഇത് ശരിയാവില്ല, ഇതങ്ങനെ ആവാൻ പറ്റില്ല, ഇന്നത് തന്നെ വേണം. മൊത്തം നമ്മുടെ ആലോചന മുഴുവനും ആഹാരകാര്യം മാത്രമാണ്. രാവിലെ ഉണരുന്നത്, അമ്മമാർ ഉണരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നേരെ ചാടി അടുക്കളയിലോട്ടാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ല, നേരെ അടുക്കളയിലോട്ടാണ്. അടുക്കളയിലെ പണി കഴിയുമ്പോൾ എത്ര മണിയാവും? രാത്രി 11 മണിയാവും. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് നമ്മൾ അന്നഗതപ്രാണരായതുകൊണ്ടാണ്. ഈ ഗൃഹനാഥൻ എന്താ രാവിലെ ചാടി എണീറ്റ് ബഹളം കാണിച്ച് പോകുന്നത് എങ്ങോട്ടാ? പൈസ ഉണ്ടാക്കി വേണം മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ച് ആഹാരം. അവസാനത്തെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആഹാരമാണ്. ഈ വിശപ്പെന്ന് പറയുന്നതോ ദഹനേന്ദ്രിയമെന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളാരും ഒരു പണിക്കും പോകില്ല, ഇവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ, ഇല്ലേ? ദഹനേന്ദ്രിയം ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചാൽ ഒരൊറ്റ ആളെ പണിക്ക് കിട്ടില്ല. മോക്ഷവും വേണ്ട നമുക്ക്, ഈശ്വരനും വേണ്ട, മോക്ഷവും വേണ്ട. നമുക്ക് വിശപ്പില്ലല്ലോ. വിശപ്പില്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. അപ്പം അന്നഗത പ്രാണരാകുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അതും ഈശ്വരനാണ്, അതുകൊണ്ടാണ്. അത് വലിയൊരു സേവയാണ്. അതാണ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞത്, വൈശ്വാനരനായി നിന്റെ ഉള്ളിലിരിക്കുന്നത് ഞാനാണെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. വൈശ്വാനരൻ, ജഠരാഗ്നിയിൽ വൈശ്വാനരനായിട്ട് ആ ദേവതാ സങ്കല്പത്തിൽ അകത്തിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നമ്മളെ ഈ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുന്നതും, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഭക്ഷണത്തിന് വിളിക്കുന്നതും, വൈകുന്നേരത്തെ 4 മണിക്ക് ചായ മാത്രം പോരാ വടയും കൂടെ വേണമെന്ന് നിർബന്ധിക്കുന്നതൊക്കെ അകത്തിരുന്നുകൊണ്ട് ഈ ആളാണെന്ന്. നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ആൾ സമ്മതിക്കില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് വൈകിട്ടൊന്നും കഴിക്കണ്ട, രാത്രി ഉച്ച മുതൽ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഇന്നൊന്നും കഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചെങ്കിൽ ഉറപ്പാണ് ഒരു 7:30-8 മണിയാകുമ്പോൾ വിശക്കാൻ തുടങ്ങും. അപ്പോൾ വൈശ്വാനരൻ മനസ്സിലായി ഇവൻ്റെ പോക്ക് ശരിയല്ല, എൻ്റെ കാര്യം മുട്ടും. വൈശ്വാനരൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആഹാരം കഴിക്കും. പിന്നെ ഈ ആഹാരം കൂടി കഴിച്ച് സ്വാദ് കൂടെ കഴിച്ചതിൻ്റെ പേരിലാണ് പിന്നെ നമ്മൾ ആശുപത്രി കയറുക. നമ്മളെ ആശുപത്രി കയറ്റുന്നതും ഈ വൈശ്വാനരൻ. അപ്പം മൊത്തത്തിൽ അന്നഗതപ്രാണരായ നമ്മളാണ്. ഇതിനകത്ത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് മരണത്തിലേക്ക് ഈ മരണം എന്നുള്ള വാക്കല്ല, എന്താ, പ്രാണപ്രയാണ ഉത്സവം. നമ്മൾ പ്രയാണ ഉത്സവം, പ്രാണപ്രയാണ ഉത്സവം, നമുക്കൊക്കെ അത് പ്രാണപ്രയാണ ഉത്സവമായിട്ട് തന്നെ നടത്തണം. അങ്ങനെയാണ്. പ്രാണപ്രയാണ ഉത്സവം, അതെ, മനോഹരമായ വാക്കല്ലേ, കവിതാ തുളുമ്പുന്ന വാക്കാണ്. നമ്മളത് ഉപയോഗിച്ച് എന്തെല്ലാം മോശം അന്തരിച്ചു, ദിവംഗതനായി, വായിക്കൊള്ളാത്ത വാക്കൊക്കെ കയറ്റി ഉപയോഗിച്ചു. അത് പേടിപ്പിക്കുന്ന വാക്കൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സുഖകരമാണെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ പ്രാണപ്രയാണോത്സവം ഒന്ന് ആഘോഷിക്കാമെന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം
എൻ്റെ ഒരു സുഹൃത്തൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. ബോറടിച്ചിരിക്കുകയായിരുന്നു, ഒരു പണിയില്ലാതെ കുറേ നാളായി ബോറടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ അങ്ങ് മരിച്ചു. പിന്നെ സന്തോഷമായി, പിന്നെ അതിൻ്റെ പിന്നാലെയായി ആ പ്രവർത്തനങ്ങളായി, അതിൻ്റെ കാര്യങ്ങളായി, ഇതൊക്കെയായി. ആ ഒരു ബോറടി മാറ്റാൻ ഒരു വേണ്ടപ്പെട്ട ആളുടെ മരണം വേണ്ടി വന്നു. തമാശയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഒരു കണക്കിന് ഒരു പ്രാണപ്രയാണ ഉത്സവമാണ്. അപ്പം നമുക്കത് പ്രാണപ്രയാണ ഉത്സവമാക്കി മാറ്റിയേ പറ്റൂ. പക്ഷെ വെറുതെ നമ്മൾ കുത്തിയിരുന്നാൽ ഇത് പ്രാണപ്രയാണ ഉത്സവമൊന്നും ആവില്ല. നമ്മൾ കിടന്ന് അനുഭവിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പോൾ പ്രാണപ്രയാണ ഉത്സവം ആകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും? അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വരണ വഴിയിൽ ആദ്യത്തെ നാമബീജം എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. നാമബീജം അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരു ബീജത്തെ ധരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യ ജന്മത്തിൻ്റെ അടുത്ത ജന്മം നൽകാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യമായി വരുന്നത് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബീജധാരണം പുരുഷനും സ്ത്രീയും കൂടെ സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അവിടെ ആ ബീജധാരണം വരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ആ സ്വരൂപം ഈശ്വര സ്വരൂപത്തിലേക്ക് മാറുക. ഈ ബീജം പിന്നീട് ഒരു സ്വരൂപമായി മാറുക. നമ്മുടെ ഉള്ളിൽ തന്നെ അതൊരു സ്വരൂപമായിട്ട് വളരുക. ഈ സ്വരൂപമായി വളർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ ആസക്തി, ഈ ആഹാരം തുടങ്ങിയ ആ ലൗകികമായ ശ്രമങ്ങളിൽപ്പെട്ട് ഈ സ്വരൂപത്തെ വളർത്തിയെടുക്കുന്ന ഒരു ഘട്ടമാണ്. ശരിയല്ലേ? ഈ സ്വരൂപത്തെ വളർത്തിയെടുക്കലാണ് പിന്നെ ഈ രണ്ടുപേരുടെയും പ്രധാന പണി. അവരെ ഒരു നിലയ്ക്കെത്തിക്കുക എന്നുള്ളതാണ് പ്രധാന പണി. അവരെ ഒരു നിലയ്ക്കെത്തിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു നിലവാരത്തിലേക്ക് എത്താനുള്ള സമയമാകുന്നത് തൊട്ടാണ് ഇനി നമ്മൾ പ്രാണപ്രയാണോത്സവത്തിന് തയ്യാറെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആദ്യമേ വേണം മനസ്സിൽ, എങ്കിലും ഈ സംസാര ജീവികളായ നമുക്കൊരു ഇളവ് തന്നിട്ടുള്ളത് അതിന് ശേഷമെങ്കിലും. കാര്യം, ആദ്യത്തെ 25 വർഷം നമുക്കൊരു ഫ്രീ ടൈം തന്നിട്ടുണ്ട് ഈശ്വരൻ എല്ലാവരും. ആദ്യത്തെ 25 വർഷം ഒരു ഫ്രീ ടൈമാണ്. അവിടെ നിങ്ങൾ എന്ത് വേണ്ടാത്തരം കാണിച്ചു, ഞാൻ സഹിച്ചു. നിൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് നേരെയുള്ളൊരു ഗൈഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെ ആകാം. അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നീ സഞ്ചരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു 25, ഒരു 100 വയസ്സെന്നുള്ളതിൻ്റെ കണക്കെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 4 ഭാഗിച്ചാൽ ആദ്യത്തെ 1/4 ഭാഗം, അതിപ്പോൾ 80 വയസ്സാണെങ്കിൽ അതനുസരിച്ച് 20 എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ 1/4 ഭാഗം നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും. രണ്ടാമത്തെ 1/4 ഭാഗം അടുത്ത 25 വയസ്സിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കോണം. അതുകൊണ്ടാണ് 50 വയസ്സാകുമ്പോഴേക്കും പ്രാണപ്രയാണോത്സവത്തിന് തയ്യാറാകാം. 50 വയസ്സിൽ എല്ലാവരും പ്രാണപ്രയാണോത്സവത്തിന് തയ്യാറാകും. വേണ്ടേ? അപ്പോൾ 50 വയസ്സിൽ പ്രാണപ്രയാണോത്സവം. അപ്പോൾ പ്രാണപ്രയാണോത്സവത്തിന് തയ്യാറാവുമ്പം ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ 50ാമത്തെ വയസ്സ് മുതലാണ് വാനപ്രസ്ഥം ആരംഭിക്കുന്നത്. അതാണ് വാനപ്രസ്ഥത്തിൻ്റെ ഭാഗം ആരംഭിക്കുന്നത് ഈ പ്രാണപ്രയാണോത്സവത്തിന് തയ്യാറെടുക്കുന്ന 50ാമത്തെ വയസ്സ് മുതലാണ്. 25 1/4 ഭാഗം അതിന് കൊടുക്കുക, വാനപ്രസ്ഥം. അപ്പോൾ ഈ വാനപ്രസ്ഥത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന പ്രിപ്പറേഷൻ ടൈമാണ്. പ്രാണപ്രയാണോത്സവത്തിനുള്ള അതിന് മാത്രമുള്ള പ്രിപ്പറേഷൻ ടൈമേ ഉള്ളൂ. അവിടെ അതിന് മുമ്പ് നടന്ന 25 2 തവണ നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചു കയറ്റരുത്. അതിൻ്റെ ബാധ്യതകളൊന്നും ഈ 3ാമത്തെ ഘട്ടത്തിലേക്ക് കൊണ്ടുവരരുത്. അതൊക്കെ 2ാം ഘട്ടം കൊണ്ട് തീർത്തിരിക്കണം. പിന്നെ ഇങ്ങോട്ട് നോക്കരുത്. അതാണ് വാനപ്രസ്ഥം, കാട്ടിൽ പോക്കല്ല. ആ 3ാം ഘട്ടത്തിൽ ആദ്യത്തെ 2 ഘട്ടത്തിലുണ്ടായ എല്ലാം തന്നെ, പ്രത്യേകിച്ച് 2ാം ഘട്ടത്തിലുണ്ടായ എല്ലാം ഉപേക്ഷിക്കണം. മനസ്സുകൊണ്ടാണ് ഉപേക്ഷിക്കുക. അല്ലാതെ ഇപ്പോൾ ഇറങ്ങി ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. മനസ്സുകൊണ്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറാണ്. ഈ 2ാം ഘട്ടത്തിലാണ് നമ്മൾ മക്കൾ ഉണ്ടായത്, നമുക്ക് വീടുണ്ടായത്, നമുക്ക് ജോലി സംബന്ധമായ ബാധ്യതകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ടായത്,
നമ്മൾ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഇതെല്ലാം ഈ രണ്ടാം ഘട്ടത്തിൽ കിടന്നുള്ളതാണ് നമ്മുടെ മാക്സിമം വളർച്ചയുടെ ഒരു 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 ഗ്രാഫ് വരച്ചാൽ ഈ രണ്ടാം ഘട്ടത്തിലാണ് കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഈ മൂന്നാം ഘട്ടത്തിൽ വാനപ്രസ്ഥത്തോടു കൂടി മാറ്റിവെക്കണം. പിന്നെ അതേക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യരുത്. അവിടെയാണ് പ്രാണപ്രയാണോത്സവത്തിൻ്റെ ശരിയായ തയ്യാറെടുപ്പ് നടക്കുന്നത്. അല്ലാതെ അപ്പോൾ ഇരുന്നുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ തോന്നലാണ്, അയ്യോ മകൻ വിളിച്ചില്ലെങ്കിൽ അവൻ വയ്യാക്കി ദൈവാധീനം, ഇന്ന് വിളിച്ചില്ല സമാധാനമായി. അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുമ്പോൾ അവരെന്ത് പറയും, വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് എനിക്ക് എന്തോ ഒരു ജോലിയുള്ളതാണ്. ഇത് അവരുടെ സെക്കൻഡ് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ തേർഡ് പാർട്ടിൽ നിൽക്കുന്നവർ കിടന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ തേർഡ് പാർട്ടിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, സെക്കൻഡ് പാർട്ടിലല്ല. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കുന്നവരെ ശല്യപ്പെടുത്തരുത്, നമ്മൾ തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നവർ. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് വേറെ പണി അതൊട്ട് ചെയ്യുകയില്ല. അതാണ് സ്വാമി പറയുന്നത്, നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഇവിടെ വാ, അത് വരില്ല. അന്നും നമ്മൾ മറ്റേ സെക്കൻഡ് പാർട്ടിലെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുക. അവസാനം അവരെടുത്തിട്ട് ചവിട്ടിക്കൂട്ടും. അപ്പോഴാണ് ഇങ്ങോട്ട് വരിക. അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടിയിൽ ഇവിടെ വാ, നമുക്ക് ഈ പ്രാണപ്രയാണോത്സവം ഭംഗിയാക്കാം, നമുക്ക് ഇവിടെ ഇത് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടന ഇതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ സെക്കൻഡ് പാർട്ടിൽ തേർഡ് പാർട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രോഗാവസ്ഥയുടെ 90% ഈ സെക്കൻഡ് പാർട്ടിനെ തേർഡ് പാർട്ടി കൊണ്ടുവരുന്നതുകൊണ്ടാണ്. സെക്കൻഡ് പാർട്ട് ആക്ടിവിറ്റികളെ തേർഡ് പാർട്ടിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് ഈ രോഗത്തിൻ്റെ പരമാവധി ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ്സ് ഇല്ലേ, മക്കളെ കുറിച്ച് ആദി, മക്കളെ കഴിഞ്ഞിട്ട് പറയും മക്കളെ കുറിച്ച് ആദിയായി. ചേട്ടൻ വേറെ പണിയൊന്നുമില്ല, അത് അവർ നോക്കിക്കോളും, അതിനെക്കുറിച്ച് ആദി. എന്നിട്ട് അതിങ്ങനെ വിളിക്കണം, പറയാമെന്നറിയില്ല, പറഞ്ഞാൽ കാരണം ഇപ്പം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, പേരുന്നാളും പറയാതെ. ഒരാൾ എൻ്റെ പ്രായത്തിലുള്ള ആളാണ്. അപ്പം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ നടക്കുകയാണ്, നവരാത്രി ആഘോഷം. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, വരും നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ അമ്പലത്തിൽ വരാം, നമുക്ക് അവിടെ നിൽക്കാം. എന്നിട്ട് ഈ നവരാത്രി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് വൈകിട്ട് നല്ല ഒന്നാന്തരം കഞ്ഞിയുണ്ട്, കഞ്ഞിയുടെ കൂടെ പുഴുക്ക്, അങ്ങനെയുള്ള പപ്പടം, അച്ചാറ്. അന്നഗത പ്രാണന്മാരാണ് നമ്മൾ. നവരാത്രി ആണെങ്കിലും ചിന്ത കഞ്ഞിയുടെ പുഴുക്കിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഇയാൾ. ഇങ്ങേര് പറയുന്ന മറുപടി എനിക്ക് വരാൻ പറ്റില്ല, 8 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചുമോള് വിളിക്കുമെന്ന്. കൊച്ചുമോള് തീരെ ചെറുതാണ്, കൊച്ചുമോള് വിളിക്കും. അപ്പം ഞാൻ അവിടെ ഉണ്ടായില്ലെങ്കിൽ പ്രശ്നം. ഇതാ പ്രശ്നം. തേർഡ് പാർട്ടി സെക്കൻഡ് പാർട്ടി കിടന്ന് കളിക്കുക. ഇപ്പോഴും തേർഡ് പാർട്ടി നിൽക്കേണ്ട ആളാണ്. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ട അയാളുടെ എല്ലാ ആസ്വാദ്യതകളും ഈ തേർഡ് പാർട്ടിയിൽ അയാൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഈ ഒരു ബന്ധത്തിൽ കിടന്ന് പിടിച്ചു കിടക്കുകയാണ്. ഈ 8 മണിക്ക് ഈ അപ്പൂപ്പൻ കൃത്യമായി കൊച്ചുമകളുടെ ഫോൺ വിളിക്ക് കാതോർത്തിരുന്ന ഈ അപ്പൂപ്പൻ, ഈ കൊച്ചുമകൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പൂപ്പനെ വിളിക്കൂ. മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. ഇത് ബന്ധങ്ങളെ നമ്മൾ അകത്തുനിന്നല്ല ഈ പറഞ്ഞത്, നമ്മൾ ആക്ട് ചെയ്യേണ്ട പാർട്ടുകളാണ്. ഇത് വളരെ ജീവിതത്തിൻ്റെ ഇത്തരം സത്യങ്ങളെ വളരെ വളരെ കാലം മുമ്പ്, ചെറുപ്പത്തിലെ ആരോഗ്യമുള്ളതിന് മുമ്പേ ചെറുപ്പകാലങ്ങളിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഇതെല്ലാം അന്ന് മുൻകൂട്ടി കണ്ട് കാഷായ വസ്ത്രത്തിലേക്ക് മാറിപ്പോയവരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അവരത് അന്നേ കിട്ടും. നമ്മൾ ഗതികേടും നമുക്ക് അതൊന്നും പറ്റാതെ വന്നു. നമ്മൾ ഇതൊക്കെ കിടന്ന് ഭ്രമിച്ച് ഇപ്പം ഞാൻ എന്തോ കാണിച്ചുള്ളതെന്നും പറഞ്ഞ് വന്ന് നമ്മൾ ഏതാണ്ട് ഒരു 10-70 വയസ്സായപ്പോഴാണ് ഇതിൻ്റെ സുഖം മനസ്സിലായത്. പക്ഷെ 70 വർഷം ഇങ്ങ് പോയി. അപ്പം ഇതാണ് ഈ സെക്കൻഡ് പാർട്ടിൽ നടക്കുന്ന നാടകത്തിൽ തേർഡ് പാർട്ടിൽ അഭിനയിക്കേണ്ടവർ കയറി അഭിനയിച്ചാൽ ആ രംഗം മോശമായി പോവില്ലേ? ഒരു നാടകമാണെന്ന് വിചാരിക്കും. നാടകത്തേക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇതിന് കറക്റ്റ് ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ തിരുവനന്തപുരത്തായി. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നായർ കരയോഗം അവർ എല്ലാ വർഷവും ഒരു നാടകം നടത്തുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന നാടകത്തിന് കുറഞ്ഞ പക്ഷം ഒരു 200 കഥാപാത്രം വേണം. എന്തിനെന്നറിയോ? ഈ കരയോഗ അംഗങ്ങളിൽ ഓരോരുത്തരും ഈ നാടകത്തിൽ ഇല്ലെങ്കിൽ ഈ വീട്ടുകാർ വരൂല, ടിക്കറ്റ് എടുക്കൂല. അപ്പം 200-250 വീടുള്ളിടത്തുനിന്ന് 200 കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാൽ ഈ 200 വീട്ടിൽ നിന്നും കൃത്യമായി അന്നത്തെ കാലത്താണെങ്കിൽ 250 രൂപ 500 രൂപ ടിക്കറ്റ് എടുക്കുക, ഫാമിലി ടിക്കറ്റ്.
അപ്പോൾ ഈ ഹോള് നിറച്ച ആളിരിക്കും. ഇവർ ഈ നാടകം തീരുന്നവരെയും എല്ലാവരും അവിടെ കാണും. അപ്പം നാടകം വിജയിക്കണമെങ്കിൽ 4 or 5 കഥാപാത്രമുള്ള നാടകം പറ്റില്ല, ഒരു 200 കഥാപാത്രം വേണം. അപ്പം അങ്ങനെയുള്ള നാടകം തിരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെയുള്ള നാടകങ്ങളാണ് ജഗതി NK ആചാരി കലാനിലയത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഇളയടത്ത് റാണി, മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ ചരിത്രം മുഴുവൻ നാടകമാണ്. അതിനകത്ത് 200 അല്ല 500 വരെ വേണേൽ ചേർക്കാം. കോൽക്കാർ കുന്തക്കാർ, ഇങ്ങനെ വെറുതെ കോലും പിടിച്ചോണ്ട് നിൽക്കുന്ന പടയാളികളെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെ 10-200 കഥാപാത്രങ്ങളുമായിട്ടാണ് ഈ നാടകം. 35 രംഗമാണ്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയാൽ വെളുപ്പിനെ 4 മണി ആകുമ്പോൾ തീരും. കഥകളി പോലെയാണ്. അപ്പോൾ ഇത്രയും നേരം നടന്നു പോകുന്നതിന് ഇത്രയും കുടുംബക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ ഈ സംവിധായകൻ ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിയിട്ടും എല്ലാവരെയും മാർക്ക് ചെയ്ത് പറയും, നീ 28ാമത്തെ രംഗത്തിൽ വരേണ്ടവനാണ്, ഉറങ്ങിക്കളയരുത്. കാര്യം ഇത് വെളുപ്പിനെ വരെ പോകുന്ന നാടകമാണ്, ഇടയ്ക്ക് കിടന്ന് ഉറങ്ങരുത്. അടുത്ത ആളോട് നിന്റെ എത്രയാ നമ്പർ ആണ്, എല്ലാവരും നമ്പർ കൊടുത്തിരിക്കുക വരേണ്ടവർ. പിന്നെ ഒന്നിലേറെ രംഗത്ത് വരേണ്ടവരുടെ ഇതിലൊക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നീ കയറേണ്ട നമ്പർ. അപ്പം നമ്പർ അനൗൺസ് ചെയ്യും. അടുത്തത് ഇത്ര നമ്പർ രംഗം എന്ന് പറയുമ്പോഴേക്കും ഇവന്മാർ റെഡിയായി നിന്നോണം. അപ്പോൾ സംവിധായകനായിരിക്കുന്ന ആൾ എല്ലാവരെയും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ മീശയും മറ്റേ പരിചയം മുടിക്കെട്ടും എല്ലാം നമ്മുടെ വടക്കൻ പാട്ട് കഥാപാത്രങ്ങളെ പോലെ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ. ഇതിൽ ഒരുത്തം കിടന്ന് ഉറങ്ങുകയായിരുന്നു ക്ഷീണം കൊണ്ട്. അപ്പോൾ അവിടെ ഒരു രംഗത്തൊരു രംഗം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇളയടത്ത് റാണിയാണ് നാടകം. ഇളയടത്ത് റാണി സിംഹാസനത്തിലിരിക്കുന്നു. ഇളയടത്ത് റാണിയുടെ 2 മന്ത്രിമാരുണ്ട്, കാട്ടൂർ ഉണ്ണിത്താനെന്നും കുഴിക്കൽ ഉണ്ണിത്താൻ, അങ്ങനെ 2 മന്ത്രിമാർ. ഈ 2 മന്ത്രിമാരിൽ ഒരാൾ ബ്രിട്ടീഷുകാരുടെ ചാരനായി മാറി. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കമാണ് ഇളയടത്ത് റാണിയുടെ മുമ്പിൽ നടക്കുകയാണ്. ഇതാണ് രംഗം. ഇളയടത്ത് റാണി നടുക്കിരിക്കുന്നു. കാട്ടൂർ ഉണ്ണിത്താനും കുഴിക്കൽ ഉണ്ണിത്താനും വാൾ ഊരിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാചക കസർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അണിയറയിൽ ഒരുത്തൻ കിടന്നിങ്ങനെ ഉറങ്ങുമായിരുന്നു ക്ഷീണം കൊണ്ട്. അപ്പോൾ സംവിധായകൻ ചെന്നിട്ട് അവനെ ഇങ്ങനെ തട്ടി വിളിച്ചു, എണീക്കെന്ന് പറഞ്ഞു. ഇവൻ വിചാരിച്ച് ഇവൻ്റെ രംഗമായി. ഇവൻ ചാടി നേരെ ഈ രംഗത്ത് കയറി. ഇവൻ വരേണ്ട രംഗമല്ല. ഇവൻ ചാടി രംഗത്ത് കയറി. ഇവൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവൻ വരേണ്ട രംഗത്തുള്ളവരല്ല ഇരിക്കുന്നത്. ഈ അവിചാരിതമായി ഇത്രയും വാചക കസർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗത്തേക്ക് ഒരു അനാവശ്യമായ ഒരു കഥാപാത്രം ചാടി വന്നപ്പോൾ ഇവർ രണ്ടുപേരും വരണ്ടുപോയി. ഇതാരാ, ഈ രംഗത്ത് വരേണ്ടവനല്ലല്ലോ എന്ന് ഇവർ സംശയിച്ചു. ഇതിൽ ഒരു ഉണ്ണിത്താൻ, കുഴിക്കൽ ഉണ്ണിത്താൻ അല്പം ബുദ്ധിമാനായിരുന്നു. കുഴിക്കൽ ഉണ്ണിത്താൻ ഈ വാളിങ്ങോട്ട് ഊരി, പോടാ അവൻ അങ്ങ് ഓടിപ്പോയി. അതുകൊണ്ട് കാണികൾക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവിച്ചതെന്ന്. അവൻ അങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, അനാവശ്യമായി ഒരു നാടകത്തിലെ രംഗത്ത് നമ്മൾ വരാണ്ടാത്ത രംഗത്തിൽ നമ്മൾ വന്നാലുള്ള അനുഭവമാണ് പറഞ്ഞത്. ഓടാ എന്ന് പറയും. അപ്പം നമ്മൾ 3rd പാർട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും 2nd പാർട്ടിലേക്ക് പോവരുത്. പിന്നെ 4th പാർട്ട് വരുന്നുണ്ട്. അവിടെയാണ് നാടകത്തിൻ്റെ അവസാനം. ജീവിത നാടകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 4th പാർട്ടിലാണ്. 4ാം രംഗത്ത് അവസാനിക്കുകയാണ് ഈ നാടകം. 4ാം രംഗത്താണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സന്യാസി ആവണമെന്നല്ല ഉദ്ദേശിച്ചത്, മുഴുവനും ഈശ്വരചിന്ത മാത്രം. ആ മുഴുവൻ സമയം 24 മണിക്കൂറും ഈശ്വരചിന്തയ്ക്ക് പറ്റുന്ന തയ്യാറെടുപ്പായിരുന്നു ഈ 3ാം പാർട്ടിലെ നമ്മുടെ വാനപ്രസ്ഥത്തെ എക്സ്പീരിയൻസ്, പ്രാക്ടീസ്. ആ പ്രാക്ടീസ് കഴിയുമ്പോൾ 4ാം പാർട്ട് ഗംഭീരമായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും. അങ്ങനെ വിജയിക്കുമ്പോഴാണ് വീരസ്പൃഹാൻ സ്വാമിയുടെ കൂട്ട് ആരതി നടക്കുമ്പോൾ മനോഹരമായിട്ട് അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് ഭഗവാന്റെ സന്നിധാനത്തിൽ ചെന്ന് ഇങ്ങനെ ഒരൊറ്റ കിടപ്പ് കൊണ്ടുപോയി. അങ്ങനെ പോയ നിരവധി ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ കഥയാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ പലപ്പോഴായിട്ട് കയറി വരുന്നുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞാണ് 3 പേരങ്ങനെ ഗംഭീരമായിട്ട് പോയ 3 പേരാണ്. ഞാൻ പറഞ്ഞത് തോന്നുന്നില്ലേ, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ അത്? ഒന്ന് ബൽറാം ബസു, ഗംഭീരമായിട്ട് പോയ ആളാണ്. ഭഗവാന്റെ ജോലികൾ മുഴുവൻ ഏറ്റെടുത്ത് ചെയ്ത്, ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ ജോലി മുഴുവൻ ഏറ്റെടുത്ത് ചെയ്ത ആളാണ് ബൽറാം ബസു. ബൽറാം ബസു അവസാനം മരിക്കാൻ കാലത്ത് വീട്ടുകാരോടെല്ലാം പറഞ്ഞു, മട്ടുപ്പാവിൽ ആണ് കിടക്കുന്നത്. അദ്ദേഹം സുഖമില്ലാതെ പ്രായമായ മട്ടുപ്പാവിലാണ് മട്ടുപ്പാവ് 2nd ഫ്ലോറിലാണ് കിടക്കുന്നത്, 1st ഫ്ലോറിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മട്ടുപ്പാവുണ്ട് ആ കിടക്കുന്ന മുറിയിൽ. അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നിടാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കിടക്കണം, അദ്ദേഹത്തിന് കിടക്കാനേ പറ്റും. എല്ലാം തുറന്നിട്ടിട്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ, ഭഗവാൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ദീപത്യാഗം ചെയ്തിട്ട് കാലങ്ങളായി. കുറെ കഴിഞ്ഞപ്പോൾ ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി അതൊരു രഥരൂപത്തിലായി
ഈ മട്ടുപ്പാവിലേക്ക് ആ രഥം വന്നിറങ്ങി. അവിടുന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇറങ്ങി വന്ന് ഈ ബലറാം ബസുവിനെ കൈ പിടിച്ച് കൊണ്ടുപോയി. അതാണ് ആ പ്രാണപ്രയാണോത്സവം. എത്ര മനോഹരമായ പോക്ക്. ഇതൊരു കഥയിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. സമയം എത്രയായി? കുഴപ്പമായ 12 12 അപ്പോൾ അടുത്ത ആൾക്ക് പറയാനുള്ള സമയമാണ്. അപ്പോൾ പ്രാണപ്രയാണോത്സവത്തിൻ്റെ രസകരമായ അടുത്ത പാർട്ട് നിങ്ങൾ ആരും വിടാതെ അടുത്ത 4-ാം ഞായറാഴ്ച വന്നാൽ ഞാൻ ഈ ബാക്കി കഥ പറഞ്ഞുതരാം. വേറെ രസകരമായ ഒരു കഥയും കൂടെ ഉണ്ട്, അത് സസ്പെൻസ് തുടരും. അപ്പോൾ എല്ലാവരും നമ്മൾ എന്തായാലും ചുരുക്കം നമ്മുടെ പ്രാണപ്രയാണോത്സവം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കാൻ നമ്മുടെ തേർഡ് പാർട്ടിലാണ്. ഇപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ തേർഡ് പാർട്ടിലാണ്. ഈ തേർഡ് പാർട്ട് നന്നായിട്ട് അഭിനയിക്കാൻ നമ്മൾ ഈശ്വരൻ്റെ സന്നിധിയിലേക്ക് എത്ര പെട്ടെന്ന് സന്തോഷവാന്മാരായിട്ട് നമ്മുടെ പ്രാണപ്രയാണോത്സവമാണ് ഏറ്റവും വലിയ ഉത്സവമാക്കേണ്ടത്. അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്താം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് സന്തോഷമായിട്ട് ഇന്നത്തെ ഈ സത്സംഗത്തിൽ ഇവിടെ നിർത്താം. അടുത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്ന സന്തോഷ് വരും. ഭഗവാന്റെ നാമം കേട്ട് നമുക്ക് ഈ ഇത് അവസാനിപ്പിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.